യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കുന്നതായ ആത്മീയമായ ചിന്തകൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവിക പദ്ധതികളെക്കുറിച്ച് പൂർണ്ണമായും മനസ്സിലാക്കുവാൻ കഴിയുന്നതായ ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്നതായ പ്രതിബന്ധങ്ങൾ, പ്രതിസന്ധികൾ, അതേ പ്രശ്നങ്ങൾ, അവയുടെ നടുവിൽ നമ്മൾ പകച്ചു നിൽക്കുന്നതായ അനുഭവമുണ്ട്. വാസ്തവത്തിൽ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടോ, ഞാൻ ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ട ആളാണോ എന്ന് സംശയിച്ചു പോകത്തക്കവണ്ണം പലരും നിരാശയിലൊക്കെ ജീവിക്കുന്നതായ അനുഭവങ്ങളുണ്ട്. അവരുടെ എല്ലാം നിരാശകളെ മാറ്റുന്ന വിധത്തിലുള്ള സന്ദേശമാണ് നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നതായ പ്രസംഗമല്ല, മറിച്ച് ദൈവത്തിന്റെ വചനം നമ്മുടെ കഷ്ടതകളെ കുറിച്ച് എന്താണ് പറയുന്നത്, നമ്മുടെ കഷ്ടതകളെ ദൈവം എങ്ങനെയാണ് അത് അനുഗ്രഹപ്രദമാക്കി മാറ്റുന്നത്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. വാസ്തവത്തിൽ ഇങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം വിശുദ്ധ വേദപുസ്തകത്തിൽ ധാരാളമായി പ്രതിപാദിച്ചിരിക്കുന്നുണ്ട്. ഇത് ഒരു ദൈവദാസന്മാരും പുതുതായി കണ്ടുപിടിച്ചെടുക്കുന്നതല്ല, മറിച്ച് ഇതെല്ലാം വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട്. പക്ഷേ പിശാച് എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? പിശാച് ഈ വചനങ്ങളെല്ലാം മറയ്ക്കും. നമ്മെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി ഈ വചനങ്ങളെല്ലാം മറച്ചു വെച്ചേക്കും. ഇനിയും ദൈവദാസന്മാർ എന്നറിയപ്പെടുന്നതായ ആളുകളെ എഴുന്നേൽപ്പിച്ചിട്ട് പിശാച് ചെയ്യുന്ന കാര്യം ഈ വിഷയങ്ങളിൽ അവൻ ആളുകളെ ചൂഷണം ചെയ്യത്തക്കവണ്ണം പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ ദൈവവചനം എന്താണ് നമ്മുടെ ഈ പ്രശ്നങ്ങളുടെ നടുവിൽ പറയുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കും, ഇതെല്ലാം തന്നെ നന്മയ്ക്ക് വേണ്ടി കൂടി വ്യാപരിക്കുന്നതാണ്. നമുക്ക് റോമാലേഖനത്തിലൊക്കെ വായിക്കാൻ കഴിയുന്നുണ്ടല്ലോ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഇന്ന് നിങ്ങൾ കടന്നു പോകുന്നതായ ഏത് വലിയ പ്രശ്നമാണെങ്കിലും, എത്ര വലിയ പ്രശ്നമാണെങ്കിലും, അതിന്റെ നടുവിൽ ദൈവത്തിന് ചില ഉദ്ദേശങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ ദൈവവചനത്തിലൂടെ മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചത് തേജസ്കരണത്തെക്കുറിച്ച്. തേജസ്കരണം നമ്മളെല്ലാവരും വളരെ പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കുന്ന ഒന്നാണ്. തേജസ്കരണം ഇന്ന് പല ആളുകളും ചിന്തിക്കുന്നത് ഈ ഭൂമിയിൽ തന്നെയാണ് നമ്മൾ ദൈവത്തെ സേവിക്കുന്നതിന് ലഭിക്കുന്നതായി പ്രതിഫലം എന്നുള്ളത്. ഞാനത് നിഷേധിക്കുന്നില്ല. ഈ ഭൂമിയിൽ ദൈവം നമുക്ക് അനുഗ്രഹങ്ങൾ നൽകുമെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നുണ്ട്. പക്ഷേ നമ്മളുടെ ശിഷ്ടകാലം ഇവിടെയല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയാം, ഈ വാടക വീടുകളിലൊക്കെ താമസിക്കുന്നവരെ ആളുകൾ, അവർക്ക് ധാരാളം സ്വപ്നങ്ങളുണ്ട്. നല്ലൊരു ഗാർഡനെ കുറിച്ച്, അല്ലെങ്കിൽ ടെറസിൽ അവർക്ക് എന്തെങ്കിലും ചെയ്യുന്നതിനെ കുറിച്ച്, അല്ലെങ്കിൽ ആ വീടിൽ എന്തെങ്കിലുമൊക്കെ പരിഷ്കരണം വരുത്തുന്നതിനെ കുറിച്ചൊക്കെ സ്വപ്നങ്ങളുണ്ട്. പക്ഷെ അവർ ഇവിടെ താൽക്കാലികവാസികളായതുകൊണ്ട്, റെന്റഡ് ഹോമിലാണ് അവർ താമസിക്കുന്നതുകൊണ്ട് അവർക്ക് അതൊന്നും അവിടെ ചെയ്യാൻ കഴിയത്തില്ല. ഇനി അങ്ങനെ ചെയ്തെങ്കിൽ തന്നെ അവരുടെ അധ്വാനവും പണവും അവർ ചെലവഴിക്കുന്നതായ സകല വസ്തുക്കളും നഷ്ടമായി തീരും എന്നുള്ള തിരിച്ചറിവോടുകൂടെ അവർ ഒരു പുതിയ ഭവനം, തങ്ങളുടേതായിട്ടുള്ള ഒരു പുതിയ ഭവനത്തിന് വേണ്ടി അവർ കാത്തിരിക്കുന്ന പോലെ ഈ ഭൂമിയെ അല്ലെങ്കിൽ ഈ ലോകത്തെ നമ്മൾ താൽക്കാലികമായി കണ്ടെങ്കിൽ മാത്രമേ വരുവാനുള്ള ലോകത്തെക്കുറിച്ചുള്ള ആ ഒരു ചിന്തയിലൂടെ നമുക്ക് കടന്നു പോകാൻ കഴിയത്തുള്ളൂ. അതേ നമുക്ക് തേജസ്കരണം എന്നുള്ള ആ ഒരു ചിന്തയിലേക്ക് നമുക്ക് കടന്നു പോകാൻ കഴിയത്തുള്ളൂ. അങ്ങനെയുള്ളവർക്കാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ലോകത്തിൽ തങ്ങൾ നേരിടുന്നതായ കഷ്ടത, അതായത് കർത്താവായ യേശുക്രിസ്തുവിനെ പിൻപറ്റുന്ന നിമിത്തം നമുക്ക് സ്വാഭാവികമായി ഉണ്ടാകാവുന്ന കഷ്ടതകൾ, ഇതെല്ലാം തന്നെ നമുക്ക് ലഭിക്കാൻ പോകുന്ന ആ തേജസ്സിന്റെ ഒരു ഭാഗമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ കഷ്ടത സഹിക്കുന്നവർക്ക് അവിടെ തേജസ്കരണം ഉണ്ട് എന്നുള്ള ആ ഒരു വലിയ ഉറപ്പാണ് ദൈവവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഞാൻ ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട വാക്യങ്ങൾ നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ലൂക്കോസിന് സുവിശേഷം 24-ാം അധ്യായം 26-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. ഈ ഒരു വാക്യം സൂചിപ്പിക്കുന്നത് കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയാണ്. ആ പദ്ധതിയിൽ നമ്മൾ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പിതാവായ ദൈവത്തിന്റെ സകല പദ്ധതിയിലും ഞാനും നിങ്ങളുമുണ്ട്. അപ്പോൾ ആ ഒരു പദ്ധതിയിൽ പിതാവായ ദൈവം തന്റെ പുത്രനെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അവൻ ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ. ഒരു കഷ്ടമുണ്ടെങ്കിൽ ഒരു മഹത്വമുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചിന്ത എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ കഷ്ടത നമുക്ക് വേണ്ടെന്ന് പറയുകയാണെങ്കിൽ, കഷ്ടതയില്ലാത്ത ഒരു ജീവിതത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ലോകത്തിൽ സ്വപ്നം കാണുന്നതെങ്കിൽ നമുക്ക് തേജസ് പ്രാപിക്കുവാൻ കഴിയത്തില്ല. കാരണം കർത്താവ് യേശുക്രിസ്തുവിനെ യഥാർത്ഥമായി അനുഗമിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് കഷ്ടത ഗ്യാരണ്ടീഡാണ്.
അതാണല്ലോ കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞത്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ച വാക്യമാണ്. അതേപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 14 അധ്യായം 22 വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേകം കഷ്ടങ്ങളിൽ കൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നെന്നും പ്രബോധിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോന്നു. ഈ ഒരു പ്രസംഗം യാദൃച്ഛികയുള്ള പ്രസംഗമല്ല, മറിച്ച് ഇത് ആദ്യ നൂറ്റാണ്ട് മുതലേ അപ്പോസ്തലന്മാര് പഠിപ്പിച്ചതായൊരു പ്രസംഗമാണ്. നമ്മൾ അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു. വാസ്തവത്തിൽ കർത്താവ് യേശുക്രിസ്തു തന്നെ പറഞ്ഞല്ലോ, നാശത്തിലേക്ക് പോകുന്ന വഴി വളരെ വിസ്താരമേറിയതും ജീവങ്കിലേക്ക് പോകുന്ന വഴി ഇടുക്കവും ഞെരുക്കവും ഉള്ളതെന്നുള്ളത്. അപ്പോൾ അനേക കഷ്ടങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ കാര്യം മനസ്സിലാക്കിക്കോണം, നമ്മൾ തേജസ്സിലേക്ക് നയിക്കപ്പെടുക, ദൈവരാജ്യത്തിലേക്ക് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവമാണ്. അതുപോലെ തന്നെ വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്ന 1 പത്രോസ് 4:1 ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചതുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പിൻ. ഇതൊരു ആയുധമാണ്. കഷ്ടത എന്ന് പറയുന്നത് ഒരു ആയുധമാണ്. യേശുക്രിസ്തുവിന്റെ കഷ്ടത ഒരു ആയുധമായിരുന്നു. ആയുധം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മെ സഹായിക്കുന്ന ഒരു ടൂളാണല്ലോ ആയുധങ്ങൾ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഒരു കാട് നമുക്ക് വെട്ടിത്തെളിക്കണമെങ്കിൽ നമുക്ക് ഒരു വെട്ടുകത്തി ആവശ്യമാണ്, വാക്കത്തി നമുക്ക് ആവശ്യമാണ്. അതേപോലെ തന്നെ നിലങ്ങൾ ഉഴുതുമറിക്കുവാൻ നമുക്ക് തൂമ്പയോ മമ്മട്ടിയോ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ എന്ന് പറയുന്ന പോലെ ഈ കഷ്ടത നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വളരെ ഉപകാരങ്ങൾ ഉണ്ടാക്കും. പലരും ചിന്തിക്കുന്ന കഷ്ടത നമ്മൾ നശിപ്പിക്കാനാണ്, നിരാശപ്പെടുത്താനാണ് എന്നൊക്കെയാണ്. പക്ഷെ അങ്ങനെയല്ല. കാരണം ദൈവത്തിന്റെ വചനം നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, റോമാലേഖനം 5:3 മുതൽ കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. അപ്പോൾ നമ്മെ മഹത്വത്തിലേക്ക് അല്ലെങ്കിൽ പ്രത്യാശയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ കാര്യമാണ് കഷ്ടത എന്ന് പറയുന്നത്. നോക്കൂ, കഷ്ടത സഹിഷ്ണുതയും പെർസീവറൻസ്, നമുക്ക് സഹിഷ്ണുത ഉണ്ടാകണമെങ്കിൽ നമുക്ക് കഷ്ടത ഉണ്ടാകണം. ശ്രദ്ധിച്ചിട്ടില്ലേ? കഷ്ടതയിലൂടെ കടന്നു പോകാത്ത ഒരാൾക്ക് പോലും സഹിഷ്ണുത ഉണ്ടാവുകയില്ല. നോക്കൂ, കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും, അതായത് നമ്മെ വിശുദ്ധീകരണത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് സഹിഷ്ണുത എന്ന് പറയുന്നത്. ജീവിതത്തിന്റെ ഏതൊരു വിഷയമാണെങ്കിൽ പോലും നമ്മൾ എടുത്തു ചാടി പ്രതികരിക്കാതെ ഇരുന്നാൽ നമുക്ക് ആ പ്രശ്നങ്ങളുടെ ഔട്ട്കം, അതിന്റെ ഫലം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് നമുക്കതിനോട് പ്രതികരിക്കാൻ കഴിയും. അല്ലാതെ സഹിഷ്ണുതയില്ലാതെ നമ്മൾ എടുത്തു ചാടി ഒരു വിഷയത്തോട് പ്രതികരിക്കുകയാണെങ്കിൽ നമ്മളവിടെ തെറ്റുകാരാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കഷ്ടത നമ്മെ സഹിഷ്ണുതയുള്ളവനാക്കുന്നുകൊണ്ട് നമ്മൾ ഏതൊരു പ്രശ്നങ്ങളുടെ നടുവിലും പെട്ടെന്ന് പ്രതികരിക്കുന്നവരായിത്തീരില്ല. കർത്താവ് യേശുക്രിസ്തുവിൽ നമുക്ക് ഈ ക്വാളിറ്റി കാണാൻ കഴിയുന്നുണ്ട്, അല്ലേ? യേശുക്രിസ്തുവിനെ വിസ്തരിക്കാൻ കൊണ്ടുപോകുമ്പോൾ യേശുക്രിസ്തു പലപ്പോഴും അവിടെ എഴുതിയിരിക്കുന്ന പ്രകാരമാണ്, കൊല്ലുവാൻ കൊണ്ടുപോകുന്നവരുടെ ഇടയിൽ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവനായിരുന്നു. അവന് മിണ്ടാൻ ഇല്ലാത്തത് കൊണ്ടല്ല, പറയാൻ വാക്കുകളോ ആശയങ്ങളോ ഇല്ലാത്തത് കൊണ്ടല്ല, മറിച്ച് സഹിഷ്ണുത അവൻ സൂക്ഷിച്ചു. എന്തുകൊണ്ട്? അവൻ ഒരു വിശുദ്ധനായ വ്യക്തിയാണ്. അതേ, ഊനമില്ലാത്തതായ കുഞ്ഞാടാണ്. അങ്ങനെയുള്ള കുഞ്ഞാടിനെയാണ് പിതാവായ ദൈവം നമ്മുടെ പേർക്ക് യാഗമാക്കാൻ പോകുന്നത്. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട മുഖമുദ്ര, അവൻ സഹിഷ്ണുത ഉള്ളവനായിരുന്നു. അവൻ എന്നേക്കും കോപം സംഗ്രഹിക്കുകയില്ല, അല്ലെ? പുകയുന്ന തിരി അവൻ കെടുത്തുകയില്ല, ചതഞ്ഞ ഓട അവൻ ഒടുക്കിയില്ല. ഇങ്ങനെയുള്ള വാക്യങ്ങളെല്ലാം തന്നെ കാണിക്കുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ആ സഹിഷ്ണുതയുടെ അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവം നമ്മെ സൂക്ഷിക്കുന്നു എന്നുള്ളതാണ്. ദൈവജനത്തിൽ അനേക വാക്യങ്ങൾ എനിക്ക് അത് സംബന്ധിച്ച് പറയാനുണ്ട്. നോക്കൂ, കർത്താവിന്റെ സൂക്ഷിപ്പ് ആർക്കു വേണ്ടിയുള്ളതാണ്? പ്രശ്നങ്ങളുടെ നടുവിൽ, അതേ കഷ്ടതയുടെ നടുവിൽ സഹിഷ്ണുത കാണിക്കുന്നവർക്ക് വേണ്ടി ദൈവം എപ്പോഴും നിൽക്കുവാനിടയായി തീരും. യേശുക്രിസ്തുവിന് വേണ്ടി പിതാവായി ദൈവം നിന്നു എന്നുള്ളത് നമുക്ക് എവിഡന്റ് ആയിട്ട് അതേ യേശുക്രിസ്തുവിന്റെ കഷ്ടതയുടെ സമയത്ത് കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ആകണമല്ലോ യേശു ക്രൂശിൽ കിടന്നുകൊണ്ട് നിലവിളിച്ചത്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്നുള്ളത്. പക്ഷെ യേശുക്രിസ്തുവിനെ കൈവിട്ടോ പിതാവായ ദൈവം? ഇല്ല, യേശുക്രിസ്തുവിനെ കൈവിട്ടില്ല. മറിച്ച് മരണത്തിലും അവൻ തൻ്റെ കൂടെ ഉണ്ടായിരുന്നു. യേശുക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളെല്ലാം പിതാവായി ദൈവം തന്നോടുകൂടെ ഇല്ല എന്നുള്ളതായ ചിന്ത യേശുവിൽ ഉണ്ടായി കാണും. പക്ഷെ എങ്കിൽ പോലും തൻ്റെ പിതാവ് തന്നെ കേൾക്കുന്നു, തന്നെ അറിയുന്നു, അവനാണ് തന്നെ അയച്ചെന്നുള്ള ആ ഒരു ചിന്ത യേശുക്രിസ്തുവിൽ ഉണ്ടായിരുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിലും അതാണ് ഉണ്ടാകേണ്ടത്. അതേ കഷ്ടത നമ്മളിൽ സഹിഷ്ണുതയ്ക്ക് കാരണമായി തീരണം.
സഹിഷ്ണുത നമുക്ക് വിശുദ്ധിക്ക് കാരണമായി തീരണം. അതാണ് നമ്മെ വിശുദ്ധരാക്കി നിർത്തുന്നത്. അടുത്തത് സിദ്ധത പ്രത്യാശയെ ഉളവാക്കുന്നു. അതുകൊണ്ട് നമ്മൾ കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നു. നോക്കൂ, നമ്മെ തേജസ്കണത്തിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്നതാണ് ഈ ഫോർമുല എന്ന് പറയുന്നത്. അതായത് കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണു സിദ്ധതയും, സിദ്ധത പ്രത്യാശയെ ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ കഷ്ടതകളിൽ നമുക്ക് പ്രശംസിപ്പാൻ കഴിയണം. പലപ്പോഴും നമ്മൾ പ്രശംസിക്കുന്നത് നമ്മുടെ അഭിവൃദ്ധികളിലല്ലേ? പലപ്പോഴും നമ്മൾ പ്രശംസിക്കുന്നത് നമ്മളുടെ ജീവിതത്തിന്റെ നേട്ടങ്ങളിലല്ലേ? പക്ഷേ ഇവിടെ ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നു, നമ്മുടെ കഷ്ടങ്ങളിൽ നമുക്ക് പ്രശംസിപ്പാൻ കഴിയണം. അവിടെ കരയുകയല്ല, ഉത്കണ്ഠപ്പെടുകയല്ല, സ്ട്രെസ്ഡ് ആകുകയല്ല ചെയ്യേണ്ടത്. മറിച്ച് അവിടെ നമുക്ക് സന്തോഷിക്കാൻ കഴിയണം. കാരണം ഇതെല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പാനിടയായി തീരും. ചില വഴികൾ അടയുന്നത് നിനക്ക് സന്തോഷിക്കാൻ കഴിയണം. ചില വ്യക്തികൾ നിന്നോട് കൂട്ടുവെട്ടുന്നത്, അതെ നിന്നെ വിട്ട് മാറിപ്പോകുന്നത്, അത് നിനക്ക് സന്തോഷിപ്പാൻ കഴിയണം. കാരണം ദൈവത്തിന് ഇതിനെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ദൈവത്തിന് ഇതിനെക്കുറിച്ചൊരു പ്ലാൻ ഉണ്ട്. നിങ്ങളുടെ മക്കൾ പോലും അല്ല, നിങ്ങളുടെ കുടുംബത്തിലുള്ളവർ പോലും നിങ്ങളോട് മുഖമറയ്ക്കുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുന്നവരായി തീരണം. കാരണം ദൈവം നിങ്ങളെ അറിയുന്നു എന്നുള്ള ആ ഒരു പ്രധാനമായ ബോധ്യത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് പറയാൻ സാധിക്കണം, ഇതെല്ലാം തന്നെ നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. അതെ, ഇന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ഈ വചനം കേൾക്കുന്ന എല്ലാവരോടും സംസാരിക്കുന്നുണ്ട്. അതെ, നിങ്ങൾ ദൈവത്തിൽ നിന്നും അന്യരല്ല, നിങ്ങൾ ദൈവത്തിൽ നിന്നും അകറ്റി മാറ്റി നിർത്തപ്പെട്ടവരല്ല, മറിച്ച് ദൈവത്താൽ എപ്പോഴും സൂക്ഷിക്കപ്പെടുന്നവരും ദൈവത്തിന്റെ നിയന്ത്രണം എപ്പോഴും അനുഭവിക്കുന്നവരുമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ സന്തോഷിക്കുക. ജീവിതത്തിൽ നിങ്ങൾ കടന്നു പോകുന്നതായ പ്രതിസന്ധികളുടെ നടുവിൽ സന്തോഷിപ്പാൻ കഴിയുമാറാകട്ടെ. ചില രോഗങ്ങൾ ശരീരത്തിൽ ബാധിച്ചിട്ട് മറ്റുള്ളവർക്ക് മുമ്പാകെ ഇളിഭരായും നിന്ദിക്കപ്പെട്ടും അത് ഒഴിവാക്കപ്പെട്ടുമുള്ള അവസ്ഥയിലിരിക്കുന്നവരെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നു. ഈ കഷ്ടതയുടെ നടുവിൽ നിങ്ങളെ ദൈവം മാനിക്കുന്ന ദൈവമാണ്, നിങ്ങളെ സഹായിക്കുന്ന ദൈവമാണ്. നിങ്ങൾക്ക് അതിൽ പ്രശംസിപ്പാൻ കഴിയും, ഇത് എനിക്ക് നന്നായി തീർന്നു, അതുകൊണ്ട് ഞാൻ സഹിഷ്ണുതയുള്ളവനും സിദ്ധതയുള്ളവനും അതുവഴി പ്രത്യാശയുടെ ആ അനുഭവത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയുമാണ്. എൻ്റെ പ്രത്യാശ ഈ ഭൂമിയിലല്ല. മറ്റൊരു വാക്യത്തിൽ പറയുന്നുണ്ട്, നമ്മൾ ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വെച്ചാൽ നമ്മൾ സകല മനുഷ്യരിൽ വെച്ച് അരിഷ്ടരത്രേ. അതിനെക്കുറിച്ച് നമ്മൾ അടുത്ത ദിവസം ചിന്തിക്കുന്നതാണ്. പക്ഷെ അതിനു മുമ്പ് ഇന്ന് നമുക്ക് നമ്മെ തന്നെ ദൈവങ്ങളിലേക്കൊന്ന് സമർപ്പിക്കാം. ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്നതായ പ്രതിസന്ധികളെ അത് സന്തോഷമെന്നെണ്ണുവാൻ, അതിൽ ദൈവം നമ്മെ മാനിക്കുന്നു, നമ്മെ സഹായിക്കുന്നു, ദൈവം നമുക്ക് വേണ്ടി നിൽക്കുന്നു എന്നറിഞ്ഞ് അതിൽ സന്തോഷിക്കുവാനും അത് നമ്മളിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുള്ളവർ, അതേ കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം നമ്മുടെ കഷ്ടങ്ങളിൽ പ്രശംസിക്കാം. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. കർത്താവെ, പലപ്പോഴും ഞങ്ങളുടെ കഷ്ടതകളിൽ ഞങ്ങൾ ചിന്തിക്കാറുണ്ട്, ഞങ്ങൾ കൈവിടപ്പെട്ടു പോയോ, ഞങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടോ, ഞങ്ങൾ തകർന്നിരിക്കുന്നുവോ തളർന്നിരിക്കുന്നുവോ. പക്ഷേ ഞങ്ങളിൽ നിന്ന് അറിയുന്നു, ഞങ്ങളുടെ ജീവിതത്തിലെ കഷ്ടതകളെല്ലാം തന്നെ ഞങ്ങളെ ജയാളികളാക്കുവാൻ, ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു പരിവർത്തനം ചെയ്യുവാൻ, ഞങ്ങൾ അനേകർക്കൊരു അനുഗ്രഹമായി തീരുവാൻ, അതേ ദൈവരാജ്യത്തിൽ അനേകരെ തേജസ്സിലേക്ക് നടത്തുവാൻ തക്കതായ വിശ്വാസവും ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കുന്നതിനായി നന്ദി പറയുന്നു. ഈ വചനം കേട്ട ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചനധ്യാനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളെ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്ക് ആത്മീയമായ കൂട്ടായ്മയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിനും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.